ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗണ്ട് കുറച്ച്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും മതി. കർത്താവിൽ പ്രിയ അഭിഷിക്തൻ, പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, അനുഗ്രഹീതമായിരിക്കുന്ന നമ്മൾ നോമ്പിന്റെ ഏറ്റവും ഒടുവിലത്തേതായ ദിവസം കഴിഞ്ഞ് മനോഹരമായ ഒരു ദിവസത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാനും മാർട്ടിനച്ഛനും കൂടെ കൂടി എന്ത് സംസാരിക്കണം എന്നായിരുന്നു കുർബാന കഴിഞ്ഞിട്ടുള്ളതായ ഡിസ്കഷൻ. അപ്പം അച്ഛൻ പഴയ നിയമമാണെങ്കിൽ ഞാൻ പുതിയ നിയമം കൊടുക്കണം, ഞാൻ പഴയ നിയമമാണെങ്കിൽ അച്ഛൻ പുതിയ നിയമം കൊടുക്കണം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പോലും ഇന്ന് രാവിലെ എല്ലാം മാറ്റപ്പെട്ടു. കാരണം നമ്മുടെ ആളുകളെ അനുസരിച്ച് വേണമല്ലോ നമ്മളൊരു കാര്യം പറയുവാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ആളുകളൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ. എങ്കിൽ പോലും അതെന്റെ കൂടി പരാജയമാണല്ലേ ഒരു തരത്തിൽ നോക്കിയാൽ. പ്രിയമുള്ളവരെ, ഒരിക്കല് സൂഫി ഗുരു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗുരു ഇങ്ങനെ ഈ ഒരു പ്രദേശത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ ഗുരുവിന്റെ പ്രസംഗം കേൾക്കാൻ വലിയതായ താല്പര്യമാണ്. അപ്പോ ആളുകൾ പറഞ്ഞു, എന്തെങ്കിലും അങ്ങ് വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോ പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. പുള്ളീനെ ആളുകൾ നിർബന്ധിച്ച് പ്രസംഗം എടുത്തേക്ക് കയറ്റി നിർത്തി. അപ്പൊ എന്തിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടേ എന്നുള്ളതായ ചോദ്യമാണ്. അപ്പൊ ആളുകൾ എല്ലാവരും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോ ഒത്തിരി ജനങ്ങള് കൂടുതൽ പറഞ്ഞു സ്നേഹത്തെ പറ്റിയാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവിന് ആദ്യം തന്നെ ഓക്കെ, സ്നേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാൻ പാടാത്തോണ്ടല്ലേ ഗുരുവിനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സ്നേഹത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആളുകൾ ഇങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടേയിരുന്നു, എന്തെങ്കിലും പ്രസംഗിക്കണം. അപ്പൊ സൂഫി ഗുരു പറഞ്ഞു, ഓക്കെ ശരി, സ്നേഹത്തെ പറ്റി എന്താണ് പറയേണ്ടതെന്നുള്ളതായ ഒരു ചിന്ത പുള്ളിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ശാന്തമായി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഒന്നും മിണ്ടണില്ല. അപ്പോൾ ആളുകൾക്ക് വലിയ സങ്കടവും ദേഷ്യമൊക്കെ ആയി. ഞാനിങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരിക്കും ആലോചിക്കും, സമയം കളഞ്ഞ് ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ. അപ്പൊ ആളുകൾ ഇങ്ങനെ ഭയങ്കരമായ ബഹളം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോ പുള്ളി വീണ്ടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറ. അപ്പൊ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ പുള്ളി എടുത്തു. മൂന്നാമത് പുള്ളി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. മൂന്നാമത് ആളുകൾ ഇങ്ങനെ ബേദം കൂട്ടിയപ്പോ പുള്ളി വീണ്ടും ഒരു കാര്യം ചെയ്തു. പുള്ളി ഭയങ്കരമായിട്ട് അങ്ങോട്ടും നടന്ന് പുള്ളി ഇങ്ങനെ പോകാൻ തുടങ്ങുക. അപ്പോ ആളുകൾ ഇങ്ങനെ ഒരു ടാക്ടിക്സ് ആളുകൾ ഉപയോഗിച്ചു, ഞങ്ങളിൽ പകുതി പേർക്ക് സ്നേഹത്തെ പറ്റി അറിയാം. അപ്പൊ പുള്ളി ചാടി എഴുതിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് പകുതി പേർക്ക് സ്നേഹത്തെ പറ്റി അറിയാമല്ലോ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അറിയാവുന്നവരെത്തിക്കുക, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതോടുകൂടി ഏറ്റവും അവസാനം പുള്ളിയോട് എന്നാലും വേണ്ടില്ല അങ്ങ് പ്രസംഗിക്കുന്നു പറഞ്ഞപ്പോ സ്നേഹത്തെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, സ്നേഹത്തെ പറ്റി ഒരിക്കലും പ്രസംഗിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അതിന് പ്രത്യേകമായ ലിഖിതങ്ങളോ ഒന്നുമില്ല. സ്നേഹം എന്നുള്ളത് ഒരു വികാരമാണ്. സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. അതൊരിക്കലും നമുക്ക് ചെയ്ത് കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് പറയിപ്പിക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നത് വലിയതായ ഒരു ദൈവസ്നേഹത്തിന്റെ കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വാക്യം മാത്രമാണ് ഇന്ന് നിങ്ങളോട്, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം മാത്രം നിങ്ങളോട് പറയുകയാണ്. എല്ലാവരുടെയും മുന്നിൽ ബൈബിൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, എല്ലാവരുടെയും മുന്നിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. എല്ലാവരും ബൈബിൾ എടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. എല്ലാവരും ബൈബിളൊന്നും എടുത്ത് പിടിച്ച് നല്ലതാണ്. ബൈബിൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവും? എല്ലാവരുടെയും ഫ്രണ്ടിലും ഉണ്ടാവും. എല്ലാവരുടെയും ഫ്രണ്ടിൽ ഓരോ ബൈബിൾ ഇരിക്കുന്നുണ്ടാവും.
ഉണ്ടോ? അതിനകത്ത് ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാവോ? നെവർ എൻഡ്സ്, അല്ലെ? സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ ആയിട്ട് എന്റെ മനസ്സിലേക്ക് ഒരു പിക്ചറാണ് പെട്ടെന്ന് കയറി വന്നത്. നിങ്ങൾക്കറിയാം, ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു, ന്യൂയോർക്കിൽ വെച്ച് ഹെലികോപ്റ്ററിൽ തകർന്ന ആ വ്യക്തിയുടെ പേര് ഓഗസ്റ്റിൻ എസ്കോബാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആ ഹെലികോപ്റ്റർ തകരുന്നതിന് മുമ്പായിട്ട് 3 കുഞ്ഞുങ്ങളാണ് അവർക്ക്. ആ 3 കുഞ്ഞുങ്ങളും ഓഗസ്റ്റിന്റെ ഭാര്യയും അവരെല്ലാവരും കൂടി ആ ഹെലികോപ്റ്റർ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഒരു പിക്ചർ അവിടെ എടുക്കുന്നുണ്ട്. ആ പിക്ചറാണ് എല്ലായിടത്തും അത് സ്പ്രെഡ് ആയിരിക്കുന്നു, ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്ന പിക്ചറാണ്. പിന്നീട് ഒരു പിക്ചർ ഇല്ല. പക്ഷേ ആ മുഖത്ത്, ആ 5 പേരുടെ മുഖത്ത്, അപ്പന്റെയും അമ്മയുടെയും ആ 3 കുഞ്ഞുങ്ങളുടെ മുഖത്ത് വലിയതായ ഒരു ഹാപ്പിനെസ് ആണ്. പ്രിയമുള്ളൊരു വലിയതായ ഒരു ഹാപ്പിനെസ് ആണ് അവരുടെ ആ 5 പേരുടെയും മുഖത്ത്. അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ പ്രിയമുള്ളവരെ, അവർ ഒരുമിച്ച് ആ ഒരു സ്നേഹത്തിലാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ആ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവരുടെ ഭൗതികമായ ആ ശരീരം ഒരുപക്ഷെ അവർ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് വിട്ടേച്ചു പോയി. പക്ഷേ അവരുടെ ആത്മാവിലുള്ളതായ ഒരു സ്നേഹം, അവർ ഏത് ഭാഷക്കാരോ അല്ലെങ്കിൽ ഏത് തരത്തിൽ എവിടെ നിന്ന് വന്നു, പക്ഷേ അമേരിക്കയിൽ ജനിച്ചു വളർന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, എങ്ങനെയായിക്കോട്ടെ, ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തെ പറ്റി നമുക്ക് എന്താണ് പറയുക എന്നുള്ളത് സൂഫി ഗുരു ചോദിച്ചു കഴിഞ്ഞപ്പോ പലരും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ വേദപുസ്തകം പഠിക്കുന്നവരും, എന്താണ് സ്നേഹത്തെ പറ്റി നിങ്ങൾക്കുള്ളതായ അഭിപ്രായം? ഞാൻ എന്തുകൊണ്ടാ ഈ മൈക്ക് പിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാ ഈ മൈക്ക് പിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫ്രണ്ടിലേക്ക് വരും. ഞാൻ ഫ്രണ്ടിലേക്ക് വന്നാലേ നിങ്ങൾ ഉറങ്ങാതെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ആദ്യം അവർക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഒരു മിനിറ്റ് നമുക്ക് നോക്കാം. ഇമോഷൻ അല്ലേ? ഇപ്പൊ കുട്ടികളായി, ഇനി ലേഡീസ് എന്താ? സ്നേഹമാകുന്നു. വളരെ സന്തോഷം. പ്രായമായ ഏറ്റവും ഇവിടെ ഇരിക്കുന്ന അപ്പച്ചൻ, അപ്പോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താണ് സ്നേഹം? സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള. അപ്പൊ സ്നേഹം 3 തരത്തിലുള്ള ആളുകള് നമ്മൾ സ്നേഹത്തെ പറ്റി കണ്ടു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താ മനസ്സിലാക്കേണ്ടത്? ആരും ഉറങ്ങാൻ അനുവദിക്കില്ല. ആരും ഈ സമയത്ത് ഉറങ്ങാൻ അനുവദിക്കില്ല. അപ്പൊ പ്രിയമുള്ളവരെ, സ്നേഹത്തെ പറ്റി ഒരു ഡെഫിനിഷൻ നിങ്ങൾ പലരും ഉണ്ട്. ഇന്ന് സ്നേഹമാണോ അതെയോ ഇഷ്ടമാണോ ഈ ലോകത്തുള്ളത്? രണ്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ്? അല്ലെ, എനിക്ക് എത്ര ലൈക്ക് കിട്ടിയതാണ് പലരും ചോദിക്കുന്നത്, അല്ലെ? ദീപ്തിയാണെങ്കിൽ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ വളരെയധികം ലൈക്കുകളുണ്ട്. ഞാനും ഇടയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട്, കാരണം 24 ന്യൂസ് അവതാരിക്കുകയാണല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ആരെങ്കിലും റീൽസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ആദ്യം നോക്കുന്നത്? ലൈക്ക് എത്ര കിട്ടിയെന്നാണ്. വേണം ഇന്ന് തന്നെ പോയി നോക്കിക്കോ, എത്ര ലൈക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ദൈവം സഹായിച്ചു, ഇന്നത്തെ റിട്രീറ്റിന് ഞങ്ങളുടെ രണ്ടുപേരെയും പോസ്റ്റർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതിനെ കുറെ ലൈക്കുകൾ. അത് വരാത്തവരും വന്നവരൊക്കെ അടിക്കും, ചുമ്മാ ഇരുന്നടിക്കും. അതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നോക്കും, എന്താണ്, ഇന്ന് 5 പേര് 10 പേര് കിട്ടി. എന്നാൽ പ്രിയമുള്ളവരെ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പറയാൻ പറ്റും? സ്നേഹം ക്ഷമിക്കുവാനുള്ളതാണ്. ഇഷ്ടം സ്വാർത്ഥതയാണ്. നിങ്ങൾ ഭൂരിപക്ഷം പേര് പറഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞു.
എന്താണ് ഇഷ്ടവും സ്നേഹവും നമ്മളുടെ വ്യത്യാസം? അതർ പേഴ്സൺ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. ബേസിലച്ഛനെയും മാറ്റനച്ഛനെയും ഇഷ്ടമുള്ളവര് ഇന്ന് ഈ റിട്രീറ്റിന് വരുമോ? ആ ശരി, കൺഫ്യൂഷൻ ആയാലും വരും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഞങ്ങളോട് സ്നേഹമല്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ, സ്നേഹമല്ല. അത് പ്രിയമുള്ളവര്, ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സെക്രട്ടറിക്ക് പുള്ളി ഫുൾ ടൈം നിൽക്കുക, അതുകൊണ്ടാ പറഞ്ഞു. സെക്രട്ടറിക്ക് ഒരു പൂന്തോട്ടമുണ്ട്, കെല്ലറിലാണ് പൂന്തോട്ടം, മനോഹരമായ പൂന്തോട്ടം. ഇദ്ദേഹം എന്തു ചെയ്യും? ഒന്നും ചെയ്യില്ല. അതിൽ നിന്ന് ഒരു പൂ പോലും പറിക്കില്ല. അതേസമയത്ത് പള്ളിയില് ഒരു പൂന്തോട്ടം ഉണ്ടായി എന്ന് വിചാരിച്ചോ, സെക്രട്ടറി വരുമ്പോ നടന്നു വരുമ്പോ എന്ത് ചെയ്യും? ഒരെണ്ണം ഒന്ന് പറിച്ചു നോക്കും, അല്ലെ? എങ്ങനെയുണ്ടെന്ന് നോക്കും. അപ്പോ നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ എത്രമാത്രം താലോലിക്കാവോ, എത്രമാത്രം വളർത്താവോ അത്രമാത്രം വളർത്തും. എനിക്കൊരു ചെറുപ്പത്തിൽ എൻ്റെ വീക്ക്നെസ് അല്ല, എന്റെ ചെറുപ്പത്തിൽ എനിക്കൊരു വലിയ ഇഷ്ടമാണ് കോഴി വളർത്തൽ. അപ്പോ ഞാൻ എന്ന് കോഴി വളർത്തിയാലും ഇതിനെല്ലാം എന്ത് ചെയ്യും? ഒന്നിന് കാക്ക കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. പ്രിയമുള്ളവരെ, എന്നാൽ എന്റെ അപ്പനൊരു വിനോദമുണ്ട്. വളർത്തുന്ന കോഴിയെ എന്ത് ചെയ്യുക? നല്ല ഒന്നാന്തരമായിട്ട് കറി വെക്കുക. വളർത്തുന്നത് ആരാ? ഞാൻ. അല്ല, ഞാൻ എനിക്കൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തി വലിയ കോഴിക്കൂടൊക്കെ. അത് അന്ന് ഞാൻ പണിത്, എനിക്ക് കോഴിക്കൂട് കൊണ്ടുപോയി തരാത്തതുകൊണ്ട് അപ്പനെ വെട്ടിച്ച് ഞാൻ വലിയൊരു കോഴിക്കൂടാ പണിത്. അത് അപ്പം പറഞ്ഞു പിന്നീട് പശുവിനെ അതിനകത്ത് കയറ്റി കിടത്താന്ന് പറഞ്ഞു. അതെന്റെ കാലഘട്ടത്തില് അപ്പൻ ഇട്ട തടിയൊക്കെ മോഷ്ടിച്ചാണ് ഞാൻ കോഴിക്കൂട് പണിത്. അപ്പൊ ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു എന്റെ കാര്യം, എനിക്ക് കോഴിയെ ഇഷ്ടമാണോ അതെയോ സ്നേഹമാണോ? സ്നേഹമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യില്ല, കൊല്ലാനായിട്ട്. എന്നാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അതിലെന്താണ്? അതൊരു വളർത്ത് മൃഗമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? ഒരിക്കൽ ഒരു പശുവും പന്നിയും കൂടി വലിയ അടിയായി, വലിയ അടി. അപ്പോ ഇവര് സിംഹരാജാവിന്റെ അടുക്കൽ ചെന്ന് പ്രശ്നം തീർക്കാനായിട്ടിരുന്നു. അപ്പൊ സിംഹരാജാവിന്റെ അടുത്ത് പന്നിയുടെ സങ്കടം ആദ്യം പോയി. അല്ലയോ സിംഹരാജാവ്, എന്നെ എന്ത് ചെയ്യില്ല, എന്നെ ആരും ഒരു ബഹുമാനമില്ല. ഈ പശുവിനെ ആണെങ്കിൽ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഇന്ത്യയിലെ പന്നിയാണെങ്കിൽ പറയും പശുവിനെ വലിയതായിട്ട് അവിടെ എന്താ പറയണേ, അതെ, ദൈവമായിട്ട് ആരാധിക്കുന്നതാന്ന് പറയും. അങ്ങനെ രണ്ടുപേരുടെ സങ്കടം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക സിംഹരാജാവ്. ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന അവസാനം ഒരു രക്ഷയില്ല. അവസാനം സിംഹരാജാവ് അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുത്തു. മോനെ പന്നി, നീ ഉണ്ടല്ലോ, നീ ചത്താലേ മറ്റുള്ളവർക്ക് ഗുണമാവുള്ളൂ. അതുകൊണ്ട് നിന്നെ നല്ലതെന്ന് പറയണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ചത്ത് ആളുകളുടെ ടേബിളിലേക്ക് എത്തിയാൽ മാത്രമേ നിന്നെ ആളുകൾ എന്ത് ചെയ്യുള്ളൂ? ഇഷ്ടപ്പെടുള്ളൂ. പക്ഷെ ഈ പശു ഉണ്ടല്ലോ, ഇത് ജീവിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യും? പാല് കൊടുക്കും. ഇത് ചത്താലും എന്ത് ചെയ്യും? ചത്തു കഴിഞ്ഞാലും ഇതിന്റെ അതി സ്വാദിഷ്ടമാണ്. അപ്പൊ ഒരെണ്ണം ജീവിച്ചിരിക്കുമ്പോഴും ഗുണമാണ്, ചത്താലും ഗുണമാണ്. മറ്റേ സാധനം നമ്മുടെ ചിലർ അങ്ങനെയല്ലേ, ഈ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഗുണപ്പെടട്ടെ. ചില സമയത്ത് നമ്മളെ പറ്റി കാരണന്മാര് പറയും, എന്നെയൊക്കെ നട്ട നേരം കൊണ്ട് 10 വാഴ വെച്ചിരുന്നെങ്കിൽ, അല്ല എത്രയോ, നിങ്ങളെ പറ്റി പറയാറില്ല കേട്ടോ, എല്ലാ പിള്ളേരാ, നമ്മുടെ പള്ളിയിൽ എല്ലാ പിള്ളേരും നല്ല പിള്ളേരാ, ഏറ്റവും ചെറുപ്പത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളതായ അനുഭവമുണ്ട്. പലപ്പോഴും സ്നേഹത്തിന്റെ അനുഭവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ദൈവം ആദിയിൽ എന്തു സൃഷ്ടിച്ചു? എന്ത് സൃഷ്ടിച്ച്? ആകാശം ഭൂമി സൃഷ്ടിച്ചു.
ആകാശ ഭൂമി സൃഷ്ടിച്ചിട്ട് എന്തെന്ന് പറഞ്ഞു ദൈവം? നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷം വെളിച്ചം. വെളിച്ചം. എന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? നല്ലത്, ഗുഡ്. ഓ, ദൈവത്തിന് എത്ര ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്ത് ചെയ്തു? നല്ലത്. ഒന്ന് പറഞ്ഞേ നിങ്ങള് എല്ലാവരും പറയണം. നല്ലത്. പിന്നെ സൂര്യനെ സൃഷ്ടിച്ചു. എല്ലാവരും പറ. എന്താ നല്ലത്? പക്ഷിമൃഗാദികൾ സൃഷ്ടിച്ചു. എല്ലാവരും ദൈവം എന്ന് പറഞ്ഞു നല്ലത്. പിന്നെ എന്നാ പ്രമോദം സൃഷ്ടിച്ച? പിന്നെ എന്തെങ്കിലും ഉണ്ടോ സൃഷ്ടിക്കാൻ? ജലം സൃഷ്ടിച്ചു. എന്തു പറഞ്ഞു? നല്ലതെന്ന് പറഞ്ഞു. റോസമാൻറ്റിക്ക് എന്തെങ്കിലും പറയാനില്ല. എല്ലാം സൃഷ്ടിച്ചു. എന്തായിരുന്നു? നല്ലത്. ഇനിയാണ് പണി. ഓക്കെ. അവസാന ദൈവത്തിനൊരു മോഹം തോന്നി, സ്നേഹം തോന്നിയിട്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യരെ സൃഷ്ടിച്ചു. അതോടുകൂടി ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതെന്ന് കണ്ടു. ഇതിനെ ഓർത്ത് ദൈവം എന്ത് ചെയ്തു? ആദ്യം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്ത് പറഞ്ഞു? ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അവരെ ഓർത്ത് ദൈവം അനുദമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലോകത്ത് പാതിരാത്രി നമസ്കാരത്തിൽ പങ്കെടുത്ത് എത്ര പേരുണ്ട്? ഒന്ന് കൈവയ്ക്കുകയെ. ചുമ്മാ കൈവയ്ക്കോ? കൈയൊക്കെ എടുക്കാൻ നോക്കിയാൽ നമുക്ക് ഇന്ന് രാവിലത്തെ പാതിരാത്രി നമസ്കാരം സംബന്ധിച്ച് ആയിക്കോട്ടെ, എല്ലാവരും വീട്ടിൽ നിന്ന് പാതിരാത്രി നമസ്കാരം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ പാതിരാത്രി നമസ്കാരത്തിൽ സംബന്ധിച്ചു അതിനകത്തൊരു പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. എന്താണത്? പക്ഷികളും പറവുകളുമേ, ആകാശങ്ങളുടെ മേലുള്ള വെള്ളങ്ങളും എല്ലാം ഈ ലോകത്തെ സകല സത്യജാലങ്ങളും എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നമ്മളോ? കാക്കകളും പറവകളും അല്ലെ നമ്മളിങ്ങനെ പാടാറുണ്ട്. മനമേ, നമുക്ക് ചേർന്ന് പാടാം. മനമേ പക്ഷികളിടുന്നു, മനമേ നീയുമുയർന്നി യേശു പരനെ പാടി സ്തുതിക്കാം. അപ്പോ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ. ഇവരൊക്കെ എപ്പോഴാ സ്തുതിക്കുന്നത്? പണ്ടൊരു ഉപദേശി പറഞ്ഞതുപോലെ ഇവരൊക്കെ സ്തുതിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് സ്തുതിക്കുമ്പോഴേക്കും ഇവർ കടൽ കടന്ന് അപ്പുറം പോയിട്ടുണ്ടാകും. കാരണം ഇവരൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിലാണ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യനെ ശ്രദ്ധിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു. എന്താ മനുഷ്യനെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞെന്ന് അറിയാമോ? ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യാം? തക്കതായ ഒരു തുണയെ കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് തമ്പുരാൻ മറ്റുള്ളതെല്ലാം പിന്നീടാണ് സ്ഥാപിച്ചത് എങ്കിൽ കുടുംബം എവിടെയാണ് കർത്താവ് ചെയ്തത്? എവിടെയാണ് ചെയ്തത്? ഏദന്റെ പർദീസയിൽ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ഏദൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിൽ വീശിച്ചിടുക. നമ്മളെ പഴയ കാലഘട്ടത്തിലേക്ക് പോയില്ലേ? നിങ്ങളൊന്ന് പോയി നോക്ക്. നിങ്ങൾ പരസ്പരം ആ വിവാഹ ശുശ്രൂഷ മനോഹരമായ രീതിയിൽ ചെയ്തതായ ആ വലിയതായ ആഘോഷവും വലിയതായ എന്താ പറയുന്നത്, ഓർക്കാനും കൊതിക്കുന്നതായ ആ ശുശ്രൂഷ എത്ര മനോഹരമാണ് അല്ലെ? അതിൽ വെച്ചല്ലേ നിങ്ങളോട് അച്ഛന്മാര് ഇല്ലെങ്കിലും ചുമ്മാ നുണ പറഞ്ഞില്ലേ? സുന്ദരികളിൽ സുന്ദരി ജാതികളിൽ സൂനും എല്ലാവരെയും നോക്കി പറഞ്ഞു അല്ലെ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ലേഡീസ് ഒക്കെ യഥാർത്ഥത്തിൽ ആ പാട്ട് നമ്മളെ പറ്റിയാണ് പറയുന്നുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ 2 ദിവസം 3 ദിവസം ഒക്കെ എടുത്ത് നിങ്ങൾ പേഷ്യന്റിന് പോകുന്നു അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിനോട് നമ്മളെ പറ്റി ഒന്നും പറയുന്നില്ല അല്ലെ? നമ്മളെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മളെ പറ്റി അടുത്ത പറയുന്നത് സത്യമണാള നീതി
ഇത്ര പറയുന്നുള്ളൂ, നീതി ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഉണ്ടില്ലെങ്കിലും കൊടുക്കണം, ഉടുത്തില്ലെങ്കിലും എന്ത് ചെയ്യണം, അവളെ ഉടുപ്പിക്കണം, നഗ്നനായിരുന്നാൽ എന്ത് ചെയ്യണം. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നതായ ഒരു കൂദാശ വേറെയില്ല. ഇന്നലെ ഒരു കൂദാശയോടെ നടന്നു. എത്ര പേര് ആരെങ്കിലും സംബന്ധിച്ചായിരുന്നു? ഇന്നലെ ഒരു കൂദാശയോടെ നടന്നിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇന്നലെ വൈകുന്നേരം അൽഫാമിന്റെ അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പ്രസവിച്ച സ്ത്രീകളുടെ ദേവാലയ പ്രവേശന ദേവാലയം ഒരാൾ സംബന്ധിച്ചു. ഇന്നലെ മനസ്സിലായില്ലേ നമ്മുടെ പള്ളിയിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഇന്നലെ ഒരെണ്ണം സംബന്ധിച്ചു. അതിന്റെ ദേവഗുരുവിന് എവിടെ വെച്ചാ വായിച്ചത്? ദൈവമേ, കണ്ടിട്ടുമില്ല. എവിടെ വെച്ചാ വായിച്ചത്? ഞാൻ പറഞ്ഞിരുന്നു, തലയിൽ വെച്ചാണ് വായിക്കുന്നത്. വേറെ നിങ്ങൾ എവിടെയും കണ്ടുണ്ടോ തലയിൽ വെച്ച് എവിടെയും വായിക്കുന്നതായ സിറ്റുവേഷൻ എവിടെയും കണ്ടുണ്ടോ? പട്ടം കൊടുക്കുമ്പോൾ അല്ലേ, പട്ടം കൊടുക്കുമ്പോഴല്ലേ തലയിൽ വെക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, അത്രയേറെ ഇഷ്ടമാണ് ദൈവത്തിന് ആണിനോടും പെണ്ണിനോടും. വളരെയധികം ഇഷ്ടമാണോ സ്നേഹമാണോ? ഇനി നിങ്ങൾ പറയണം. സ്നേഹമാണ് പ്രിയമുള്ളവരെ, സ്നേഹമാണ് ദൈവത്തിന്. ആരോട്? മനുഷ്യനോട്. ഇഷ്ടമായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ കോഴീനെ കൊന്നതുപോലെ മനുഷ്യനെ എന്ത് ചെയ്യുമായിരുന്നു? നശിപ്പിച്ചു കളയാമായിരുന്നു. പക്ഷേ ഇന്നും നമ്മെ സ്നേഹിക്കുന്നതായ ഒരു ദൈവമുണ്ട്. നമുക്ക് ആ സ്നേഹത്തിന്റെ ഒരു തലങ്ങളിലേക്ക് നമ്മുടെ കുടുംബ ജീവിതത്തെ ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, അവിടെ മനോഹരമായ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനോഹരമായ ഒരു കുടുംബമാണ് അവിടെ. ആ കുടുംബത്തിന്റെ പേരെന്താണ്? ഹന്നായും എൽക്കാനായും പെനീനായും. ഒന്ന് വായിച്ച് അതിന്റെ 1-ാം അധ്യായം തൊട്ടൊന്ന് വായിച്ച് ഒരു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. എഫ്രൈം മലനാട്ടിലെ രാമാധായി. ഒരു മൈക്രോ കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാതെ. ഇത് ആരെങ്കിലും കേട്ടോ? നിങ്ങള് എല്ലാരും കേട്ടോ? ബേബി ചേട്ടന് കേൾക്കാൻ പറ്റിയോ? പേരില്ല. അപ്പൊ ഞാന് ചോദിക്കട്ടെ, ആരോഗ്യാണ് വായിച്ചത്? ഹന്നായും പെന്നിയായും. അല്ലേ? അപ്പൊ എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 2 ഭാര്യമാരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എൽക്കാനയുടെ ഈ 2 ഭാര്യമാര് എത്ര വർഷം മുമ്പാന്നറിയാമോ? ഇപ്പോഴല്ല, BC ഒരു കാലഘട്ടത്തിൽ ബഹുഭാര്യത്ത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അന്ന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ അതിൽ എൽക്കാനായും പക്ഷേ ഇവർ ദേവാലയത്തിൽ പോകുമ്പോൾ എന്താണ് 6-ാമത്തെ വാക്യം? എന്താണ് വായിച്ച്? അവളുടെ പ്രതിയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെനിന്ന എന്ത് ചെയ്യുമായിരുന്നു? അവളെ കളിയാക്കുമായിരുന്നു. അതേ പോണു. തീർന്നു. നിനക്ക് മക്കളില്ലാത്തത് ഇതും കൊണ്ടൊക്കെ കാരണമാണ് എന്ന് വളരെ നൈസായിട്ട് എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങളെ അറിയാലോ എന്താ പറയണ്ടെന്ന്. നിങ്ങൾക്കും അറിയില്ല. രക്ഷപ്പെട്ടു. നല്ല ആളുകളാണ്. അപ്പോ പ്രിയമുള്ളവരെ, ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ആര്? ഈ പെനിനെ കളിയാക്കും. അത് കേട്ട് അവൾ എന്ത് ചെയ്തു? പട്ടിണി കിടന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ്, പ്രിയമുള്ളവരെ, അതാണ് സ്നേഹം എന്നുള്ളത്. മക്കളില്ലാത്ത ഭാര്യമാര് അല്ലെങ്കിൽ മക്കളില്ലാതെ ഒരു ഭാര്യ ഇരിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞ ഒരു വാക്യം എന്താണ് അവൾ പറഞ്ഞത്? അടുത്ത വാക്യം എന്താണ്? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്ന എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ? ഈ 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 5-ാമത്തെ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ച്. ഹന്നായിക്ക് അവൻ ഹന്നായെ സ്നേഹിക്കൊണ്ട്. അവിടെയാണ് ആ വാക്യം. അവിടെ സ്നേഹിക്കൊണ്ട്. പ്രിയമുള്ളവരെ, സ്നേഹം ഉണ്ടായിരുന്നിടത്ത് എന്തുണ്ടായിരുന്നു?
ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹമുണ്ട് എങ്കിൽ എന്തുണ്ടാകും? ആശ്വാസം ഉണ്ടാകും. ഒരു കംഫർട്ട് സോൺ ആയിരിക്കും സ്നേഹമുള്ളിടത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഫാമിലിനെ പറ്റി, ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 5 പേരുടെ മുഖത്ത്, ആ ഹെലികോപ്റ്റർ അപകടത്തിൽ തകർന്നു പോയ 5 പേരുടെ മുഖത്ത് എന്തുണ്ടായിരുന്നു? ഒരു സ്മൈൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് ഏറ്റവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ഏതാണെന്ന് അറിയാമോ? എന്റെ ദേവി, നിങ്ങളത് വായിക്കണ്ടോ? കറക്റ്റാ. നിങ്ങൾക്കറിയാവോ? ഇവര് പുലിയാണ്. കറക്റ്റ് ഉത്തരമാണ്. ഏതാണ്? ഫിൻലൻഡ്. അപ്പൊ ഇവര് കൃത്യമായിട്ട് നോക്കുന്നുണ്ടത്. ഫിൻലൻഡാണ്. അത് 8 വർഷമായിട്ട് കൺസിക്യൂട്ടീവ് 8 വർഷമായിട്ട് ഏതാണ്? ഫിൻലൻഡ് തന്നെയാണ്. ഇനി ഞാനൊരു ചോദ്യം വീണ്ടും ചോദിക്കും കേട്ടോ. USA സ്ഥാനം എത്രയാണ്? 9 ഞാൻ 10 ഏതാന്ന് പറയാം. 10 മെക്സിക്കോയാണ്. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു രാജ്യം. അപ്പോ ഇന്ത്യ എത്രയാണെന്ന് അറിയാമോ? ഇന്ത്യ എന്തായാലും ഞങ്ങൾ സെഞ്ചുറി അടിച്ചു. നമ്മളൊക്കെ സെഞ്ചുറി കഴിഞ്ഞ് 118 വരെ എത്തിയിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് തന്നെ പോകുന്നുണ്ട്. അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത്, കുറയുന്നില്ല. ഈ USA സ്ഥാനം 25ഉം 26ഉമായിട്ട് ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. കാനഡയാണ് അതിന് മുമ്പുള്ളത്. ഞാൻ പറയുവാൻ കാരണം, കേരളത്തിലെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ 260% ആളുകൾ യഥാർത്ഥത്തില് ഒരു നിരാശയുടെ ലോകത്തിലേക്ക് പോയി കഴിയുക. 260% കഴിഞ്ഞ വർഷത്തെ വലിയ കൂടുതലാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഒരു ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ സംസ്ഥാനമാണ് ഇത്, കേരളം. അവിടെ എന്തുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്നില്ല? 60% ആണ് ഡിവോഴ്സ് കേസുകൾ. 60%. അത് 100%, 60% ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകാത്തത്? ജപ്പാൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ, അത് നിങ്ങൾ പറയും, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏതാണ്? ജപ്പാൻ. മിനിമം 100 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞാല് മരിക്കുകയുള്ളൂ. നമ്മുടെ 60 ആകുമ്പോഴേക്കും എന്റെ ദൈവം എങ്ങനെയും ഒന്ന് എടുത്താൽ മതി എന്നുള്ളതായിരിക്കും. 90 ആയി കഴിഞ്ഞാൽ, അല്ലെ, ഞാൻ ഒരിടത്ത് പറഞ്ഞില്ലേ, ആദ്യത്തെ 30 വർഷം കുതിരയെ പോലെ, മനുഷ്യന്റെ ജീവിതം കുതിരയെ പോലെ. പിന്നീട് അടുത്ത 60 വർഷം കുതിരയായി തോടും ചാടും, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും മുട്ടും. പിന്നെ അടുത്ത 30 വർഷം എന്താണ്? കഴുത. മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ജോസേട്ടാ, നമ്മുടെയൊക്കെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളെന്താണ് എല്ലാവരുടെയും, ഞാനും 30 കഴിഞ്ഞു, അതുകൊണ്ട് എന്താണ്? മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ് 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പോഴേ വളർത്തുന്നുണ്ട്. എന്താണ്? നമ്മളിപ്പോഴേ പ്രാക്ടീസാണ്. എന്താണ്? നായയുടെ മഞ്ഞില്ല, നായയാണ്. അത് കഴിഞ്ഞ അന്നേരം എന്താണ്? ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരെന്താ എവിടെ ശ്രമിക്കണം. അതിനപ്പുറത്തേക്ക് ചോദ്യം പറഞ്ഞൊന്നുമില്ല. അത് നമ്മൾ വളരെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞരക്കം മാത്രമേ. അതിന് മൂങ്ങയുടെ കാലം എന്ന് പറയും. ഇത്രയൊക്കെയുള്ളൂ. ആ കാലത്താണ് ജപ്പാൻകാര് വണ്ടി ഓടിച്ചു, ഇതും ചെയ്തു. നമ്മള് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക, മുങ്ങിപ്പോലെ. അപ്പൊ പ്രിയമുള്ളവരെ, എന്താണ് കാര്യം? അതുകൊണ്ടാണ് ചിരിച്ചാൽ എന്ത് ചെയ്യുന്നത്? ഒന്ന് ചിരിച്ചു നോക്കാം നമുക്ക്. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം? ആയുസ് കൂട്ടാം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. നമുക്ക് എന്തില്ല? ഹാപ്പിനെസ് ഇല്ല. അമേരിക്ക 26ാം സ്ഥാനത്താണെങ്കിൽ ഇഗ്നേഷ്യസ് കത്തീഡ്രലുള്ളവർ എത്രാം സ്ഥാനത്ത് വരണം? 1ാം സ്ഥാനത്ത് വരണം. നമ്മൾ അമേരിക്കയിലേക്ക് വിടണ്ട, 1ാം സ്ഥാനത്ത് വരണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നമുക്ക് എങ്ങനെ നേരിടണം? ചിരിച്ചുകൊണ്ട് നേരിടണം. എനിക്ക് ചിരിക്കാൻ ഇത്ര മടിയാണ്. എന്റെ ചിരി നല്ലതല്ലാണ് എന്റെ തോന്നല്. പക്ഷെ എങ്കിലും എന്ത് ചെയ്യണം? നമ്മള് നല്ലതാണെന്ന് പറയും. ഓക്കെ, പ്രിയമുള്ളവർ, അപ്പൊ കോൺഫിഡൻസ് ഇത്രയുള്ള കാര്യം. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാള്
എന്ത് ചെയ്യണം? എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പണ്ടുള്ള ഉപദേശിമാര് പറയായിരുന്നു എവരിഡേ ടോർച്ചാണെന്ന് പറയും. എവരിഡേ ടോർച്ചാണെന്ന് പറയും. എന്നാന്ന് പറഞ്ഞ സഞ്ജയ് മനസ്സിലായി എന്നാന്ന് എവരിഡേ ടോർച്ച്. പണ്ടുള്ള 3 ബാറ്ററി ഇട്ട് പോയി. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങേത് ജോസന്റെ വീട്ടിലോട്ട് ചെക്ക് എത്തും. ഇപ്പൊ ഈ 40 ദിവസമൊക്കെ റിട്രീറ്റ് കഴിഞ്ഞ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രകാശം അവിടെ വരെ എത്തും. അത് ഇനി 3 ആഴ്ച പന്നിയും ഓർക്കും ഇതൊക്കെ ആയി കഴിയുമ്പോഴല്ലോ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഈ തൊട്ട് നമ്മുടെ എഴുതി വെച്ചിട്ടില്ലേ ഈ പറഞ്ഞ ഈ നമ്മുടെ പള്ളിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടില്ലേ മനോഹരമായിട്ട് അല്ലെ ഇച്ചിരിയൊക്കെ പോയി അവിടെ വരെ എത്തും. 4 ആഴ്ച കൊണ്ട് കഴിഞ്ഞാണല്ലോ പിന്നെ ഈ ബാറ്ററി എന്ത് ചെയ്യും? പോയി. പിന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് വരെ പോലും എത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതാണ് ക്രിസ്ത്യാനിയുടെ ഏകദേശമായ ഒരു കണക്ക്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, കഴിഞ്ഞ റിട്രീറ്റിന് എന്താണ് നമ്മൾ പഠിച്ചത്? വേണ്ട, അത് വേണ്ട. ഇന്നലെ എന്താ പ്രസംഗിച്ചേ? ഈ മാത്രം നമുക്ക് ഏറ്റവും അറിയാവുന്ന ഈ നമ്മള് എന്ത് ചെയ്യണം? അത് മാറ്റിയിട്ട് എന്നാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? അല്ല, കഴിച്ചു. അതുകൊണ്ടല്ല നമ്മൾ കഴിച്ചു. അപ്പൊ നമ്മളെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വരുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ അതുകൊണ്ട് വചനമാകുന്ന പാല് നിങ്ങൾ എന്ത് ചെയ്യണം? കുടിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വചനമാകുന്ന മായമില്ലാത്ത പാല് എന്ത് ചെയ്യണം? കുടിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരോ റിട്രീറ്റിനും അല്ലെങ്കിൽ ഓരോ വചന ശുശ്രൂഷയിലും ആ വചനമാകുന്ന പാൽ കുടിച്ചാൽ മാത്രമേ എന്ത് വരികയുള്ളൂ? ഫാറ്റുള്ള പാലാണോ ഫാറ്റില്ലാത്ത പാലാണോ ഉപയോഗിക്കുന്നത്? ചില ആളുകൾ ഫാറ്റില്ലാത്ത പാൽ ഉപയോഗിക്കും, അല്ലേ? ഒരു ഗുണമല്ല. അതാണ് അന്യോപദേശങ്ങളുടെ പുറകെ പോകും. ചില ആളുകൾ നല്ല പാല് കുടിക്കണം, അല്ലേ? നമ്മളിങ്ങനെ എന്തെങ്കിലും പറയും, ഞാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനാണെന്ന് പറയും, അല്ലേ? അതുകൊണ്ട് പൗലോസ് ലീഗ പറയുന്നുണ്ട്, എന്നാ? പൗലോസ് ലീഗ ധന്യം നൽകട്ടെ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് വേറെ ഏതെങ്കിലും ആള് അറിയിച്ചത് കഴിഞ്ഞാൽ അവരും ശാപമാണ്. പിന്നെന്താണ്? അത് സഭയ്ക്കും കേട്ടതൊക്കെ ശാപമാണെന്ന് പറയുന്നത്. അത് ഈവൻ മാലാഖമാര് പോലും, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അല്ല, ആ പാട്ട് പാടുന്ന നിങ്ങളാരും വരാറില്ലേ? അപ്പൊ പാട്ട് പാടുമ്പോ പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ പാടിക്കാൻ പാട്ട് ദേവം നിങ്ങളെ ഞങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം? നല്ല വചനമാകുന്ന പാല് നിങ്ങൾ കുടിക്കണം. പ്രിയമുള്ളവരെ, അന്യോപദേശങ്ങളുടെ പുറകെ പോകുന്നവരാണ് ഇപ്പോൾ. അമ്മായി തിരുവല്ലക്കാരി ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അവിടെ പോകും. അപ്പൊ ഇടയ്ക്ക് എന്തായാലും പോകണമല്ലോ. അവിടെ പോകുമ്പോ തിരുവല്ല ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു വലിയൊരു പോസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററിൽ ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ. യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ. തൊട്ട് താഴെ നമ്മള് നോക്കി തൊട്ട് താഴെ ചോപ്പാണ് ഏതെങ്കിലും രോഗശാന്തി ശുശ്രൂഷകൾക്ക് സമീപിക്കുക. ബ്രദർ ഇന്ന നമ്പർ 964381. യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ. പക്ഷെ എന്ത് ചെയ്യണം? ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ പെട്ടുപോയ അനേകര് ഇന്നുണ്ട് നമ്മുടെ കൂട്ടത്തില്. നമുക്ക് ഇതുപോലെ കൂട്ടായ്മകളും ഇതുപോലുള്ള കാര്യങ്ങളും ഇല്ലാതെ വലിയ ദുർഘടമായ അന്ധകാരം നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ എത്രയോ പെന്തിക്കോസുകാരുടെ ഈ ആരാധനയ്ക്ക് പോയിട്ട് അറിയാമോ എന്ന് വെച്ചാൽ വീടുകളിൽ അവരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അന്ന് കൊണ്ട് എനിക്ക് വാശിയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഇതുപോലത്തെ റോഡ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ കൂട്ടണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് എത്ര കൂട്ടായ്മകളാണ് നടക്കുന്നത്. നമ്മുടെ ഇത്രയും അനുഗ്രഹീതമായ സത്യവിശ്വാസം, ഇത്ര മനോഹരമായ ആരാധന, ഇത്ര മനോഹരമായ ഒരു ദേവാലയത്തിലെ ശുശ്രൂഷകൾ, അത് നമ്മൾ ഇതറിയാതെ പോകിയാൽ നമുക്ക് കിട്ടുന്ന എന്ത് നഷ്ടമാണ് ദൈവം നമ്മളെ സംബന്ധിച്ച്. എത്ര നഷ്ടമാണ്.
ഒരു പക്ഷേ എന്റെ അത്ര ഹൃദയവേദനയോടെ പറയുന്നു, അത്ര ഹൃദയവേദനയുണ്ട്. കാരണം ഒരു ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ അറ്റൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം സമയം, എന്തുമാത്രം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഞാൻ ചിലര് തിയേറ്ററിൽ നിന്ന് പോലും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പടം കാണുന്ന കേട്ടോ പറയുന്നത്. ചില പോകുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ എന്ത് വേണം നമ്മൾക്ക് ദൈവം എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. കളിക്കാൻ പോകുന്നത് തെറ്റാണോ? ഒരു സിനിമയ്ക്ക് പോകുന്നത് തെറ്റാണോ? സിനിമയ്ക്ക് പോകുന്നത് തെറ്റല്ല. പിന്നെന്താ? അപ്പൊ എന്താ തെറ്റ്? നമ്മുടെ അച്ഛന്റെ മോനെ ഇപ്പൊ ഒരു പടം എടുത്തിരിക്കുന്നു. പുള്ളിപ്പോ നല്ല സംവിധായകനാണ്. ഏതാ? എന്റെ പേരാണല്ലേ? കറക്റ്റായിട്ട് എന്റെ പേര് വന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പ്രിയമുള്ളവര് ഒരു വൈദികന്റെ മകനാണ്. പക്ഷെ പ്രിയമുള്ളവര്, ഞാൻ പറയുന്നതിന്റെ കാര്യം തെറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊന്നും, അതായത് പോകുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ആരാധന മുടക്കിയുള്ള നമ്മുടെ പോക്ക് അത് തെറ്റാണ്. ആരാധന മുടക്കി നമ്മൾ പോകുന്നത് അവിടെയാണ് തെറ്റെന്ന് പറയുന്നത്. പ്രിയമുള്ളവര്, ഞാൻ കഴിഞ്ഞ ദിവസം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള കാര്യം, സൺഡേ സ്കൂളില് എനിക്ക് നല്ലൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അവന്റെ പേര് എൽദോ എന്ന് അവന്റെ പേര്. അപ്പൊ ഈ എൽദോ, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. 10-11 വർഷം സൺഡേ സ്കൂൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഈ എൽദോ ക്ലാസ്സിൽ വരില്ല. 8ാം ക്ലാസ്സിൽ വരെ വരും. 8ാം ക്ലാസ്സിൽ തന്നെ അത് പിന്നെ പുള്ളി വരില്ല. ഈ പുള്ളിനെ അന്വേഷിച്ചിട്ട് ഒരു രക്ഷയുമില്ല. ഇവരോട് ഞാൻ പറഞ്ഞു, എടാ നീ സൺഡേ സ്കൂളിൽ പോവാ, പഠിക്കുക, എങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ 4 വർഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ പള്ളിയിൽ അങ്ങനെ വരാറില്ല. ഞാൻ പഠനം കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവന്റെ പേര് മറ്റേ പേപ്പറിൽ വന്നു, നല്ല ഒരു സംവിധായകനായിട്ട്. ഞാൻ ആലോചിച്ചു, സൺഡേ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ ആളുകളൊക്കെ എന്താകും? സംവിധായകന്മാരാവും. പ്രിയമുള്ളവർ, അങ്ങനെ വിചാരിക്കണ്ട. അവൻ പോയി, പക്ഷെ എങ്കിൽ പോലും ചില ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചില ആളുകള് എങ്കിലും ദൈവം അവനിപ്പോഴും വിളിക്കും. എങ്കിലും ദൈവം അവനെ 8 വരെ പഠിപ്പിച്ചു. ആ 8 വരെ നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടാകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ വിളിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ പിള്ളേരെയും നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും നമുക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു മനുഷ്യനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 4 പേർക്കും ആരുടെ അടുത്താണ്? നമ്മുടെ നേരെയാണ്. അതുകൊണ്ട് നമുക്ക് ക്രിട്ടിസിസം പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്ത് ചെയ്യരുത്? ആരെയും വിധിക്കരുത്. നമുക്ക് ആരെയും ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകണമായിരിക്കും. നമ്മൾ അടുത്തവൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനൊരിക്കലും പള്ളിയിലും പറ്റില്ല, പട്ടക്കാരെടുത്തും പറ്റില്ല. പ്രിയമുള്ളവര്, യഥാർത്ഥത്തിൽ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള കുറ്റപ്പെടുത്തലല്ല ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് വേണ്ടത് എന്ത്? യെസ്, അവിടെയാണ് നമുക്ക് വേണ്ടത് എന്ത്? സ്നേഹം. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? കുറ്റപ്പെടുത്തുന്നില്ല. സ്നേഹം കുറ്റപ്പെടുത്തുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലരെയും കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ സ്നേഹം ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്നൊക്കെ അറിയാതെ വന്നു പോകുന്നുവെങ്കിലും, പ്രിയമുള്ളവർ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നവരെ നിന്റെ കോപം എന്ത് ചെയ്യാവുള്ളൂ? വെച്ചുകൊണ്ടിരിക്കാവുള്ളൂ. ഇത് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ നല്ലതാണ്. പ്രിയമുള്ളവർ, ദൈവവചനത്തിന് വേണ്ടിയാണോ നമ്മുടെ കൂട്ടായ്മകൾ? ബാബേ ഗോപുരം പണിതു. എന്തിനാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പറഞ്ഞു. എന്തിനാണ്? പേര് നിലനിർത്താൻ വേണ്ടിയാണ് ബാബേ ഗോപുരം പണിത്. എന്ത് ചെയ്തു? തകർന്ന് തരിപ്പടമായി പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മകൾ 2-3 പേർ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. അപ്പോൾ കൂട്ടായ്മ ഒരുപക്ഷെ ആചരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്തിനു വേണ്ടി ആയിരിക്കണം? ദൈവവചനത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മകളെ എന്ത് ചെയ്യുകയുള്ളൂ? നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങളുടെ എത്ര വലിയ ഫ്രണ്ട്സോ എത്ര വലിയ സർക്കിൾ ആയിക്കോട്ടെ, അതിന് ഒരു എൻഡ് കാണും. പക്ഷെ ദൈവവചനത്തിന്റെ ഉള്ള ഒരു കൂട്ടായ്മ ആയിക്കൊള്ളട്ടെ, അത് ആമോസ് പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? 2 പേർ ഒത്തിട്ടല്ലാതെ നടക്കാൻ സാധിക്കുമോ? 2 പേർ ഒത്തിട്ടല്ലാതെ നടക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, 2 പേരുടെയും ആശയങ്ങൾ എന്ത് ചെയ്യണം? ഒരേപോലെ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ?
ഒന്നിച്ച് നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒന്ന് എടുത്തു നോക്കിക്കേ, ഒരേ ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഒരുമിച്ച് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ പൊതുയോഗങ്ങളൊക്കെ എടുത്തു നോക്കിയേ, പല പല അഭിപ്രായങ്ങളും പല പല കോണുകളിലൂടെ വരും. പക്ഷെ അത് ഒരേ അഭിപ്രായം വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്നാൽ ഈ കുടുംബം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പഴയ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പുതിയ പിള്ളേരുടെ രീതിയിൽ അവരൊക്കെ കുറച്ച് മോഡേൺ ആണ്, അല്ലെ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വെച്ച് ഡൗൺലോഡ് ചെയ്തു. എങ്ങോട്ടേക്ക്? ഭൂമിയിലേക്ക് വെച്ച്. ഭൂമിയിൽ അത് എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. എന്താണ്? ആപ്ലിക്കേഷൻ, അല്ലെ? ഒരു ആപ്ലിക്കേഷൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ആദമനെ താഴത്തേക്ക് അവിടെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത്, എന്നിട്ട് ഒരു കാര്യം ചെയ്തു. ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കണമെങ്കിൽ വൈഫൈ വേണം, അല്ലെ? എന്താണ് വൈഫൈ? യെസ്, ആ കണക്ഷൻ യെസ്, അതാണ്, അതിന്റെ പേരാണെന്ത്? പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ളതായ ഒരു കണക്ഷൻ, അതാണ് കുരിശ് കാണുമ്പോൾ ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധം. ഇത് എന്താണ്? മനുഷ്യനുമായിട്ടുള്ളതായ ഒരു ബന്ധം. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വേണം, മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം വേണം. അപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മെ കണക്ട് ചെയ്യുന്നത് എന്തുവഴിയാണ്? പ്രാർത്ഥന. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥനയാലും ഉപവാസക്കാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല, അല്ലെങ്കിൽ ഒരു നാളും നീങ്ങി പോവുകയില്ല എന്ന് തമ്പുരാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതായ ഒരു അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മളൊന്ന് ചേർന്ന് വായിക്കാം. ഹന്നായുടെയും എൽക്കാനയുടെയും ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ അതിന്റെ 19-ാം അധ്യായം വായിക്കാം. 19-ാം അധ്യായം വായിച്ച് അവൻ ഒന്ന് ഉറക്കെ വായിക്കാവോ? നമസ്കരിച്ച ശേഷം, അപ്പോൾ ആ കുടുംബത്തിൽ രാവിലെ എന്തുണ്ടായിരുന്നു? പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഹന്നായുടെയും എൽക്കാനയുടെയും കുടുംബത്തിൽ രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പരിശുദ്ധരായിട്ടുള്ള പരിമലത്തിനുമേൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? പ്രാർത്ഥന എന്നത് ശൈശവത്തിന്റെ ഉത്സാഹവും യൗവനത്തിന്റെ ആശ്രയവും വാർദ്ധക്യത്തിന്റെ സമാധാനവും എത്രയും. വളരെയധികം നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കാണ്. ശൈശവത്തിന്റെ ഉത്സാഹം, യൗവനത്തിന്റെ ആശ്രയം, വാർദ്ധക്യത്തിന്റെ സമാധാനം. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അച്ഛന്റെ കുഞ്ഞിനെയോ അച്ഛൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാറുണ്ടോ? അതുകൂടി പറഞ്ഞിട്ട് വേണം ഇത് അടുത്തതിലേക്ക് കിടക്കാൻ. ഇന്നലെ വൈകുന്നേരം എനിക്ക് കോള് വന്നു. അപ്പോ ഇന്നലെ വൈകുന്നേരം കോള് വന്നത്, ഇന്ന് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്തുണ്ട്, ഓരോ ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പൊ ഇത് ഒന്നാം ക്ലാസ്സിലേക്ക് കയറിയില്ല, കിൻഡർ ഗാർഡനിലെ സാധനം. കിൻഡർ ഗാർഡനിൽ 6 വയസ്സുള്ള എന്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പൊ ഞാൻ എന്തിനാ കൊച്ചിനെ വിടുന്നത് ഞാൻ ചുമ്മാ ചോദിച്ചു. ഓക്കെ, നല്ല മനോഹരമായ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോയിരിക്കുക. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ മാർക്ക് പറഞ്ഞു. അപ്പൊ മാർക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ പേഴ്സണലായിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ 40-ൽ 26 മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അപ്പൊ കഴിഞ്ഞ വർഷം നല്ല മാർക്ക്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ടീച്ചർ പറഞ്ഞു, അത് ജോഹാനയുടെ ഫാദറിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടായിരിക്കാം കൊച്ചിങ്ങനെ മാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാക്കിയുള്ളതിനൊക്കെ എങ്ങനെയുണ്ട്? ബാക്കിയുള്ളതിന് ഹിന്ദിക്ക് 40-ൽ 40. ഓ, അപ്പൊ ലഡു പൊട്ടി. 40-ൽ 40. ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ വലിയ സ്ട്രെസ് ഒന്നും കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഇങ്ങനെ തംസപ്പിങ്ങനെ അടിക്കും. ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ അടിക്കും. പ്രിയമുള്ളവരെ, അമ്മായിക്കൊരു ഇതുണ്ട്. അമ്മായി എന്ത് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ച് ഇത് ചെയ്യണം. അപ്പൊ അതെന്ത് പറഞ്ഞാലും അത് പ്രാർത്ഥിച്ച് ചെയ്യണം. അപ്പൊ പറഞ്ഞാലേ ഇപ്പൊ 6 മാസമായ കൊച്ചിന് ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നു. ഭക്ഷണം അപ്പൊ ആദ്യം ഉണ്ടാവും ഒരു ചെറിയ എല്ലാ മീനും കഴിക്കില്ല, കുറുക്കോ അങ്ങനത്തെ സാധനം. അത് കുറുക്ക് കൊടുക്കാതെ എടുത്ത് അപ്പൊ എന്റെ മനസ്സിലൊന്നും ഞാനൊരു ലഡു പൊട്ടിക്കാൻ നോക്കി. അപ്പൊ ഈ ബാക്കിയുള്ള 3 എണ്ണങ്ങൾ അച്ഛ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് ഇളയനോ എല്ലാവരും പറയും കേട്ടോ. ഞാൻ പതുക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്റെ ജോഹാന പ്രാർത്ഥിച്ചോളാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവർക്ക് അറിയാവുന്നതായ പ്രാർത്ഥന
സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥന അവൾ ചൊല്ലി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് അതിൽ പരം ഒരു വലിയതായ സന്തോഷം എനിക്കില്ല. കാരണം ആ കുഞ്ഞിന് ആ പ്രാർത്ഥന ചൊല്ലിയാൽ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടത്. പ്രിയമുള്ളവരെ, ജനുവരി 1-ാം തീയതി നമുക്കറിയാം ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ എന്നാ സാധനം? എല്ലാവരും ഫൂളാക്കുന്നതല്ലേ? എന്താ എന്റെ പ്രത്യേകത? എന്റെ വീട്ടിൽ ബർത്ത്ഡേയാണ്. 2 ദിവസം ഒരു വൈകിയായിരുന്നെങ്കിൽ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ മിസ് ചെയ്തു. ഏപ്രിൽ ഫൂളിന്റെ പ്രത്യേകത, ഈ ഗ്രിഗറി 13-ാമൻ പോപ്പ് അദ്ദേഹം ഒരു കാലഘട്ടം വരെ, ഏകദേശം 1500 എനിക്ക് തോന്നുന്നു, ആ ഒരു കാലഘട്ടം വരെ ഏപ്രിൽ 1-നാണ് എന്ത് ചെയ്തത്? കലണ്ടർ സ്റ്റാർട്ട് ചെയ്തത്. കലണ്ടർ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 1-ാം തീയതി വരാം. അറിയായിരുന്നോ? ഇല്ല. അപ്പൊ ഏപ്രിൽ 1-ാം തീയതി വരാണ് കത്ത്. എല്ലാവരും വിചാരിച്ചിട്ട് ഏപ്രിൽ ഫുൾ എന്നാ ഫുള്ളാക്കിയ പരിപാടിയാണെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതൊരു ക്രിസ്ത്യനായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇത് കലണ്ടർ അന്ന് വരെ ഏപ്രിൽ 1 വരെ ആയിരുന്നു കലണ്ടർ. നമ്മുടെ ഏപ്രിൽ 1 വരെയാണ്, നീസാൻ മാസം, സുറിയാനിലൊക്കെയാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിന് ശേഷം ഗ്രിഗറി പോപ്പ് പറഞ്ഞു, ഇനി മുതൽ ജനുവരി 1 മുതലാണ് എന്ത് ചെയ്യേണ്ടത്? വർഷം ആരംഭിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ കണക്ഷൻ കിട്ടണ്ടേ? അന്നത്തെ കാലഘട്ടത്തിൽ വാട്സപ്പില്ല, ഇന്റർനെറ്റില്ല, ഒന്നുമില്ല. ഒരു കാര്യം ഇവിടെ വരെ വരണ്ടേ? അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ആഘോഷിച്ചു? പഴയതുപോലെ തന്നെ. ലോകം മാറിയത് അറിയാത്തവരൊക്കെ എന്ത് ചെയ്തു? ഏപ്രിൽ 1-ാം തീയതി തന്നെ എന്ത് ചെയ്തു? കലണ്ടർ ആരംഭിച്ചു. അങ്ങനെ ആഘോഷിക്കുന്നവരുടെ പേരാണ് ഏപ്രിൽ ഫൂൾ. ഇപ്പോൾ ഏപ്രിൽ ഫൂൾ എന്താണെന്ന് മനസ്സിലായോ? എന്റെ ഒക്കെ 10 മണി വരെ എന്തും പറയാം ഏപ്രിൽ ഫൂളിന്റെ അന്ന്. 10 മണി കഴിഞ്ഞൊന്നും പറയാൻ പാടില്ല. 10 മണി കഴിഞ്ഞ് ചത്തു വരെ പറയാം ആരെങ്കിലും. 10 പോലെ ഫുള്ളാക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ക്രിസ്ത്യനായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ കലണ്ടർ, നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറുമാണ്. ഇതൊക്കെ നമ്മുടെ കലണ്ടർ പോലും നമ്മളെ ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ. അത് സ്നേഹത്തിന്റെ ഒരു തലമാണ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ഞാൻ പറഞ്ഞു വന്നു, ജനുവരി 1-ാം തീയതി അപ്പൊ ഞങ്ങള് 4 പേരും, അപ്പൊ അമ്മയെ പറഞ്ഞു നമുക്ക് ഈ വർഷം പ്രാർത്ഥിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അപ്പൊ വീഡിയോ കോളിലൂടെ പറഞ്ഞു. ഞങ്ങൾ 4 പേരും പ്രാർത്ഥിച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞു അതല്ല ഈ ശക്തി ഞാനല്ല ചെയ്തത്. അപ്പോൾ ഒരു പ്രാർത്ഥിച്ചൊരു വർഷം തുടങ്ങുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൊരു കാര്യം ചെയ്യുക, ഇതൊക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബമായി മാറുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിലേ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ. ഒരു ഇടവകയിൽ പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറയുന്നതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാരണം. പലപ്പോഴും നമ്മുടെ ഇടവകയിൽ തന്നെ പല പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം കമ്മ്യൂണിക്കേഷൻ കുറയുന്നതാണ്. ശരിയല്ലേ? ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സംസാരിക്കാത്തതാണ് യഥാർത്ഥത്തിൽ. ചിലപ്പോ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും. എന്നാൽ അതിനൊന്ന് തുറന്ന് പറയുവാനായിട്ട്, അല്ലെങ്കിൽ ഇതാണ് പ്രോബ്ലം, നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യും? നേരെ മാത്തനച്ചന്റെ അടുത്ത പള്ളിയിലേക്ക് പോകും. ഇനി മാത്തനച്ചന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, മാത്തനച്ചനെ ഒരു കാര്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇനി ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യും? നേരെ വേറെ ഇങ്ങോട്ടേക്ക്. പിന്നെ ഞങ്ങൾ പോയി പിടിച്ചോട്ട് പറഞ്ഞു. അല്ല, അങ്ങനെ സംഭവിക്കല്ല. എനിക്ക് പോലും നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം അത് പറയാൻ നോക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും പറയും. നമ്മൾ അതിനെ നമ്മുടെ മനസ്സിലിട്ട് ആലോചിച്ച് എന്ത് ചെയ്യും? അത് ഈ ഞാൻ പള്ളിയുടെ എക്സാമ്പിൾ പറയും, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ, ഏത് പ്രശ്നവും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേഷനോട് തീരാൻ പറ്റും. പക്ഷേ അതിന് എന്ത് വേണം? ഈ സംഭവം വേണം, ഈ ചെറിയ ഒരു അഗ്നി വേണം. ഈ സ്നേഹത്തിന്റെ അഗ്നി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? അതുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്നേഹം വേണ്ടേ? പ്രിയമുള്ളവരെ, ഒരു അപ്പച്ചനും അമ്മച്ചിയും വലിയതായിട്ട് വഴക്കൂടി, ഭയങ്കരമായിട്ട് വഴക്കൂടി. അപ്പോ പ്രായമുള്ളവരാ, ചെറുപ്പക്കാരല്ല. അപ്പൊ പ്രായമുള്ളവർ വഴക്കൂടി. അവര് രാവിലെ നമ്മൾ സാധാരണ വഴക്കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിണ്ടും, നിങ്ങൾ എന്ത് ചെയ്യില്ല, വേണ്ടതില്ല, അല്ലെ? അതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ഒരു നേച്ചർ. അല്ലാതെ പറയാൻ പറ്റുമോ?
തിരിച്ചാണോ? അയ്യോ തിരിച്ചാണോ? അപ്പൊ നിങ്ങൾ മിണ്ടും, നിങ്ങൾ മിണ്ടത്തില്ല. നിങ്ങളെ മിണ്ടുന്നത് എന്റെ ദൈവമേ. ഞാൻ അപ്പൊ നാട്ടിലേക്ക് തിരിച്ചാട്ടോടെ. അതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ പകലാവുമ്പോ അവിടെ രാത്രിയാവുന്നത്. ഓ നേരെ തിരിഞ്ഞു അത്. ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ എന്തായാലും അവിടെ രാത്രിയും ഇപ്പൊ ഇവിടെ പകലായിട്ടുള്ള കാര്യമായിട്ട് പറയണേ. അങ്ങനെ നമുക്ക് കൂട്ടിക്കോ. അപ്പൊ ഈ അമ്മച്ചിമാര് സ്വാഭാവികമായിട്ടും, ഞാനിപ്പോ അവിടുത്തെ കാര്യം പറഞ്ഞ അമ്മച്ചിമാര് എന്ത് ചെയ്യില്ല, സ്വാഭാവികമായിട്ടും അവരാണ് അമ്മച്ചി. ഇപ്പൊ നിങ്ങൾ പ്രായമായില്ലല്ലോ, പ്രായമാകുമ്പോൾ കാര്യമാണ്. അപ്പൊ പ്രായമായില്ല, പ്രായമായ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 70 വയസ്സിന് മേലുള്ള ഞാനത് സംഭവിച്ചു, സംഭവിച്ചു ഞാനത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അവർ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മിണ്ടാതെ ഇരുന്നു. അപ്പൊ ഭർത്താവിന് എന്തായാലും സ്വാഭാവികമായിട്ടും ആദ്യം എന്ത് ചെയ്യും, നമുക്കും ദേഷ്യം വരും. വൈകുന്നേരം വരെ ഇരുന്ന് അമ്മച്ചി സംസാരിച്ചു. അപ്പച്ചനാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്ത് ചെയ്യുന്നില്ല, അപ്പോഴും മിണ്ടണില്ല. അപ്പച്ചൻ എന്ത് ചെയ്യുന്നു പറയാമോ? അപ്പച്ചൻ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും അപ്പച്ചന്റെ കൺട്രോൾ തെറ്റി. എങ്ങനെയെങ്കിലും മിണ്ടിക്കണം. അപ്പച്ചൻ ഒരു കാര്യം ചെയ്തു. അപ്പച്ചൻ അവിടെ ഇങ്ങനെ പരതി നോക്കുക ഓരോ കാര്യങ്ങളും. ഇങ്ങനെ അവിടെ പോയി പരതി, ഇവിടെ പോയി പരതി, ഈ എല്ലായിടത്തും പരതി നോക്കുക. അപ്പൊ എന്ത് ചെയ്തു, പുള്ളിക്കാരത്തിക്ക് ഒരു ചെറിയ ഇറക്കം. എന്താണ്, നമുക്കിങ്ങനെ കൺട്രോൾ പോകില്ല, അവിടെ കൺട്രോൾ പോകും. ഞാൻ പതി നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നു, ഇവിടെ ചെന്നു, ഇവിടെ എല്ലാം ചെന്നു. അപ്പൊ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അപ്പൊ അമ്മച്ചി എന്തോ എന്താ അമ്മച്ചി നിങ്ങൾ കരയണെന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ നാക്ക് അല്ലാതെ. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് വഴക്കൂടുമ്പോ ഐഡിയ മനസ്സിലായില്ലേ. അപ്പൊ ഇനി ഇവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം. ഇവരുടെ നാക്ക് ഒന്നത് വരെ എന്ത് ചെയ്യണം, പരത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ പരത്തി പോകണം. അത് കേൾക്കത്തില്ല. ഇതൊന്നും ചെയ്തു നോക്കിക്കോ, ഇതൊന്നും ചെയ്തു നോക്കിക്കോ. അപ്പൊ പറയുള്ളവരെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തില്ല, കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും കുറവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹം കുറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ സാത്താൻ കയറി വരുന്നത്. ഇന്ന് സാത്താൻ കയറി വരുന്നത് അതാണ്. ഇന്ന് ഒരു വലിയതായ ഒരു കാര്യമുണ്ട്. ഞാൻ ആ വാക്ക് കുറിച്ചിട്ടിട്ടുണ്ട്. അതിന് പറയുന്ന പേര്, നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവർ പറഞ്ഞു കേട്ടോ. അതിന് പറയുന്ന പേര് ബ്രെയിൻ റോട്ട് എന്നാണ്. അറിയാവുന്ന ആരെങ്കിലും ഇപ്പൊ മിഠായി സെക്രട്ടറി മിഠായി, ഞാൻ തരില്ല. ബ്രെയിൻ റോട്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എല്ലാ വർഷവും ഒരു വേർഡ് അവര് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. ഈ തവണ പ്രഖ്യാപിച്ചല്ലേ, ശരിയല്ലേ? ഈ തവണ പ്രഖ്യാപിച്ചത് ബ്രെയിൻ റോട്ടാണ്. എന്താ സംഭവം എന്ന് പറയാമോ? എഴുതിയിരുന്നേ. എന്റെ ദൈവമേ, ഈ പെണ്ണുങ്ങൾ ഭയങ്കര ബുദ്ധിയാ. കറക്റ്റ്. അതായത് സംഭവം എന്താ പറയാമോ? സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം മൂലം നമുക്ക് വരുന്നതായ ഡാമേജുകളാണ് യഥാർത്ഥത്തിൽ ഈ ബ്രെയിൻ റോട്ട്. അതായത് ലോകത്തുള്ള എല്ലാവരെയും അവർ സർവേ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലനമാണ്. യഥാർത്ഥത്തിൽ ഈ വേർഡ് കണ്ടുപിടിച്ചത് 1872 ഈ വേർഡ് കണ്ടുപിടിച്ചത്. 1872 തൊട്ട് ഇന്ന് വരെ ആ വേർഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇന്ന് ആ വേർഡ് എന്ത് ചെയ്തു, ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇന്നത്തെ കാലഘട്ടം എൻറ്റയർലി മാറിയിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇന്ന് താറുമാറായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ആ കമ്മ്യൂണിക്കേഷൻ വളരെ താറുമാറായിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഴയ കല്യാണം ഓർത്തിരിക്കുക. പഴയ കല്യാണമല്ല, ഒരു കല്യാണം നിങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ ആ നടന്ന കല്യാണം ഓർത്തിരിക്കുമ്പോൾ അന്നത്തെ മെയിൻ വണ്ടി ഏതായിരിക്കും പറയാവോ? ജീപ്പ്. അതിൽ ഏകദേശം 15-20 പേര് കുത്തി നിറച്ച് പുറകിലുള്ള മേള് വരെ കുത്തി നിറച്ചെന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ചെന്ത് ചെയ്യും, പോകും. ഏകദേശം 15-20ഓളം പേര് എന്ത് ചെയ്യുമായിരുന്നു, പോവായിരുന്നു. എന്നിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകും. എത്ര പേര് പോകും? 20-22 പേര് പോകും. പണ്ടേ ടയറൊക്കെ ഇങ്ങനെ പൊട്ടുന്ന രീതിയിലായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ ഇരിക്കും. എന്താ പ്രിയമുള്ളവരെ, ഇത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കാറുകളൊക്കെ ആയി. ഇന്ന് 22 പേര് പോകും. എത്ര വണ്ടി? 22 വണ്ടിയും കാണും. നമ്മുടെ പള്ളി എക്സാമ്പിളാ. ഓരോരുത്തർക്കും ഓരോ വണ്ടിയായിട്ടാ വരുന്നത്, അല്ലെ? എപ്പോഴും കൂട്ടമായിട്ട് പോകുമ്പോഴാണ് എപ്പോഴും എന്തേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ വരുള്ളൂ.
കമ്മ്യൂണിക്കേഷൻ വരുള്ളൂ. ചിലരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ദാരിദ്ര്യം ആയതുകൊണ്ട് ചിലരൊക്കെ എന്ത് ചെയ്യും, അപ്പുറത്ത് ആ വീട്ടിൽ ചില സാധനങ്ങളൊക്കെ മടിക്കുത്തേലൊക്കെ ഇത് ചെയ്തിട്ടുകൊണ്ട് വരും. ഇവര് ഇരുന്ന് എന്ത് ചെയ്യും, അതിന്റെ ഉണ്ടെന്ന സാധനം എന്ത് ചെയ്യും, ഇപ്പോ ഈ ചില കോഴിക്കോട്ടേക്ക് കൊണ്ടുണ്ടെങ്കിൽ പാമ്പിന്റെ അതിൽ ഇങ്ങനെ, കാരണം ഇവര് ഇരുന്ന് അല്ലെങ്കിൽ അത് ചടങ്ങി കുളങ്ങി പോകും, നന്നായിട്ട് വരില്ല. കുറേ ഉള്ളവരെ അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്രയും ഉണ്ടായിരുന്നു. എത്ര ദിവസമായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ? ഒരു കല്യാണത്തിന് വ്യാഴാഴ്ച പന്ത്രണ്ടിടും, വ്യാഴം വെള്ളി ബന്ധുക്കൾ വന്നു ചേർന്ന്, വെള്ളി ശനി പിന്നെന്ത് ചെയ്യും, പോത്ത് വെട്ടുന്ന ആരാ? നമ്മുടെ വീട്ടുകാർ തന്നെ നല്ല ബലമുള്ള നല്ല ചമ്പൂറ്റുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പോയി പോത്ത് വെട്ടി സദ്യയൊക്കെ എടുത്ത്. ജോസഫ് ഏട്ടൻ ഓർക്കുന്നുണ്ടാവും അല്ലെ, പട്ടണത്തിലായതുകൊണ്ട് കുറെ ഇതുണ്ട്. അപ്പൊ ഒത്തിരി പേരുണ്ട്. ഞാനൊക്കെ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ 2-3 പോത്തുകളൊക്കെ മറയ്ക്കുന്നത്. എന്റെ ഞാൻ ഇത് ന്യൂക്ലിയർ ഫാമിലിയിൽ അല്ലാത്തതുകൊണ്ട് 5-6 വരെ കല്യാണം കൂടിയതാ ഒരേപോലെ. ഇന്ന് അതെല്ലാം പോയി. ഇന്നെന്താണ്, നമ്മുടെ റിലേഷൻഷിപ്പ് കുറഞ്ഞു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു, നമ്മൾ ചുരുങ്ങി 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 എന്തായി തീർന്നു, വരണ്ട എന്ന ആ തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം, ഈ കുറയുന്നത് കാരണം നമുക്കെന്തില്ല, സ്നേഹത്തിന്റെ ആ അളവ് ഇന്ന് വറ്റിയിരിക്കുന്നു. സ്നേഹത്തിന്റെ അളവ് വറ്റിയിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങൾ എത്ര പേര് വിശുദ്ധമായിട്ട് പോയിട്ടുണ്ട്? നിങ്ങളും ഇന്ന് ഇവരാട്ടോ ഫുൾ സ്കോർ ചെയ്യുന്നത്, എല്ലാത്തിനും സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറേയുള്ളവരെ വിശുദ്ധമായി സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നീ സന്ദർശിക്കണ്ട, അതല്ലാതെ തന്നെ നമുക്ക് അറിയാലോ. അതിനകത്ത് നമുക്ക് നോക്കാം. നമ്മൾ മാമോദിസം ചെയ്യുന്ന നദിയില യോർദാൻ നദി ഉത്ഭവിക്കുന്നത് ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയോ, ഈ യോർദാൻ നദി ഉത്ഭവിച്ചു കഴിഞ്ഞ് അത് എങ്ങോട്ടേക്ക് വരുന്നു? സീ ഓഫ് ഗലീലി അല്ലെ? ആ സീ ഓഫ് ഗലീലി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളുടെ കൂമ്പാരമാണ്. പത്രോസിനെ സംബന്ധിച്ച് 150 മത്സ്യം, അതിനപ്പുറമുള്ളതായ മത്സ്യം, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒത്തിരി മത്സ്യങ്ങളുടെ കൂമ്പാരമായത് സീ ഓഫ് ഗലീലി. അതിലേക്ക് വന്നു ചേരും. അതിനുശേഷം ഇത് എങ്ങോട്ടേക്ക് പോകും? ചാവുകടൽ, ഡെഡ് സീയിലേക്ക് ഈ സംഭവം വന്നു. പ്രിയമുള്ളവരെ, ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഹെർമോനാണ്. വന്നു ചേരുന്ന ചാവുകടലിൽ എന്തെങ്കിലും ഉണ്ടോ? ഡെഡ് സീല് ഒന്നുമില്ല, ഒരു ജീവൻ പോലുമില്ല. കാരണം എന്താണ്? എന്താണ് കാരണം? സോൾട്ടി വാട്ടർ മൂവ് ചെയ്യാത്തോണ്ട് അതെന്താന്ന് ചോദിച്ചേ? പ്രിയമുള്ളവരെ, നിങ്ങൾ സ്കോർ ചെയ്തു, വെരി ഗുഡ്. അവിടെ ഔട്ട്ലെറ്റ് ഇല്ല, അവിടെ എന്തേ ഉള്ളൂ? ഇൻലെറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ? പുറത്തേക്ക് എന്തില്ല, ഒഴുകുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? സ്നേഹം ദൈവം നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് ഒഴുകുന്നില്ല എങ്കിൽ നാമൊക്കെയും ചത്ത അവസ്ഥയിലാണ്. ഇത് ഒഴുകണം. ഇത് ഒഴുകിയാൽ മാത്രമേ ദൈവമാകുന്നതായ ആ സ്നേഹത്തിന്റെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകണം, നമ്മുടെ ഇടവകയിലൂടെ ഒഴുകണം. ഓരോ റിട്രീറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒഴുകണം. പ്രിയമുള്ളവർ, ഈ സ്നേഹത്തിന്റെ നീർച്ചാൽ ഒഴുകിയപ്പോഴാണ് എലിസബത്തിന്റെ അടുക്കൽ മറിയം ചെന്ന് കഴിഞ്ഞു ഒരു ഹലോ പറഞ്ഞു. ഹലോ എലിസബത്ത്. എന്ത് പറഞ്ഞു? പ്രജയുടെ നമ്മുടെ ആണെങ്കിലോ എപ്പോ പോയി നോക്കിയത് അല്ലെ? പ്രിയമുള്ളവർ, ഇതാണ് ഒരു ഹലോ പറഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥ. പ്രിയമുള്ളവർ, എനിക്കും നിങ്ങൾക്കും അപ്രകാരമുള്ളതായ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ, കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ കണിക ദൈവം നൽകിയിട്ടുണ്ട്. ഓരോ മനുഷ്യനും നൽകിയിട്ടുണ്ട്, ഓരോ വ്യക്തിയിലും നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് ഒഴുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. നിങ്ങൾ ജീവൻ ഉണ്ടായിരിക്കാനാണ് യേശു തമ്പുരാൻ ഈ കാൽവരിയിൽ ഈ അടുത്ത് വെച്ചിരിക്കുന്ന ക്രോസ് അതിനു വേണ്ടിയാണ്. ഒരു മൂടൻ എന്ത് പറഞ്ഞു? മൂടൻ എല്ലാ സമ്പത്തും കൂട്ടിവെച്ചു, എല്ലാ സമ്പത്തും കൂട്ടിവെച്ചു. എനിക്കും എന്റെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതിന്റെ അപ്പുറത്തെ തലമുറയ്ക്കും കൂട്ടിവെച്ചു. പ്രിയമുള്ളവരെ,
അവൻ എന്തുണ്ടായിരുന്നില്ല, ഇൻലറ്റ് ഉണ്ടായിരുന്നു. അവന് കൊടുക്കുവാനായിട്ട് ദൈവത്തിന് നൽകിയിരുന്നു. പക്ഷെ അവൻ എന്തുണ്ടായിരുന്നില്ല, ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. അവൻ കൊടുക്കുവാൻ എന്ത് ചെയ്തില്ല, മനസ്സ് കാണിച്ചില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മൂടാ, ഈ രാത്രി നിന്റെ പ്രിയമുള്ളവരെ, അത് തന്നെയാണ് നമ്മോട് ദൈവം ചോദിക്കുന്നത്. ഇന്ന് ഈ ശനിയാഴ്ച, ലാസറിന്റെ ശനിയാഴ്ച, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്ക് ജീവനും ആയുസ്സും സകലവും നൽകിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല? പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹമുണ്ടോ എങ്കിൽ ഈ ലോകത്ത് എല്ലാം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഞാനൊരു ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാണരെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാണര്, പറയിപെറ്റ പന്തിരുവല്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. പാണർക്ക് 12 കുലം, 12 മക്കൾ, പറയിപെറ്റ 12. അപ്പോ ഏറ്റവും ടോപ്പിലുള്ള ആള് നമ്പൂതിരിയാണ്. നല്ല പണമൊക്കെ ഉണ്ട്. നമ്പൂതിരിയും അതുപോലെ തന്നെ നല്ല ബ്രാഹ്മണനാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലേക്ക് 12ാമത്തവൻ പറയനാണ്, അല്ലെങ്കിൽ പറയാ ആ ഗണത്തിൽപ്പെടുന്നവനാണ്. ഈ ഏറ്റവും ഒടുവിലത്തെ പുള്ളിക്ക് ഒരല്പം വയറ് കൊടുക്കുക. അപ്പോ പുള്ളിക്ക് ചില ആഹാരം നല്ല രീതിയിൽ വേണം. പുള്ളി എന്തോരം കിട്ടിയാലും കഴിക്കും. അപ്പൊ ജ്യേഷ്ഠന്റെ അടുത്ത്, ഏറ്റവും മൂത്ത ജ്യേഷ്ഠന്റെ അടുക്കിലേക്ക് പുള്ളി എപ്പോഴും ചെല്ലും. ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്തില് ഈ ചേരാനുള്ള കേട്ടുണ്ടോ? പാമ്പല്ല, ഈ മുകളിലൊരു കേട്ടുണ്ടോ? ചേര്. ഈ ചേരിന്റെ മുകളിലായിരിക്കും എന്ത്, ഈ വാഴപ്പഴം തൂക്കിയിരുന്നു. ഞാനും എന്റെ സിസ്റ്ററും മിക്കവാറും എന്ത് ചെയ്യും, കാരണം കേറാൻ ഇതുള്ള ആളുകൾ ഞങ്ങളായിരിക്കും. അപ്പൊ ആ സമയത്ത് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരു 2-3 ആഴ്ച കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ തീർക്കും. അവസാനം വല്യമ്മച്ചി വന്നിട്ട് എന്ത് ചെയ്യും, ചേരയുടെ ആരെയും വിട്ട മോനെ അത് ഇറങ്ങിക്കേടാന്ന് ചോദിക്കുമ്പോൾ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ, പഴം എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. പിന്നെയുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം. എത്ര അടി അന്നത്തെ കാലഘട്ടത്തിലെ കിട്ടുന്ന വടി വെച്ചാണ് അടിക്കുന്നത്. അപ്പൊ അതൊരു കാലഘട്ടം, നമുക്കറിയാത്ത കാലഘട്ടത്തിൽ തുടങ്ങിയില്ല. ഒരാൾക്ക് ഇത്ര വെച്ചാൽ. അപ്പൊ ഈ പറയുമ്പറ്റ പത്തിനെ കുറിച്ചില്ല. ഈ മൂത്ത ചേട്ടന്റെ അടുത്തേക്ക് അപ്പൊ എപ്പോഴും ഇടയാളില്ല. അപ്പൊ പുള്ളിക്ക് എന്ത് ചെയ്തോ വയറിയില്ല. പുള്ളി ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ അവസാനം പുള്ളി ഭക്ഷണം കഴിച്ച് ഒരു ദിവസം വന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു, ഒരു ചെമ്പ് നിറയെ പുള്ളി കഴിച്ചു. അപ്പൊ പുള്ളിനെ വിളിക്കുന്ന പെരുമാരെന്നാ വിളിക്കണം. എന്റെ ദൈവമേ, ഈ പുള്ളിയുടെ ജ്യേഷ്ഠന്റെ കെട്ടിയോളാണെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പുള്ളി എടുത്ത് ചാപ്പിട്ടു. അവസാനം പുള്ളിക്ക് ഇനിയും വേണം. അപ്പോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എന്ത് ചെയ്ത് കഴിച്ചിട്ട് ഈ പുള്ളി വീണ്ടും പറയുകയാണ്, എനിക്ക് വിശക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഈ പുള്ളിയുടെ കരച്ചിൽ കേട്ടിട്ട് ഈ ജ്യേഷ്ഠന്റെ ഭാര്യ പറയാൻ പാടില്ലാത്തതൊക്കെ ഈ പുള്ളിക്കാരോട് പറയും. എന്തൊരു നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലെ? ഉള്ളതെല്ലാം പറഞ്ഞു. അവസാനം ഏറ്റവും ഒടുവില് ജ്യേഷ്ഠൻ വന്നു കഴിഞ്ഞിട്ട്, പ്രിയമുള്ളവരെ, ജ്യേഷ്ഠൻ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി എന്നെ എടുക്കാൻ. അപ്പോ ഇതാണ് സംഭവം. പുള്ളി ഓടിപ്പോയി ചെമ്പിലേക്ക് നോക്കിയപ്പോ ഒന്നും കാണാനില്ല. ആ ആശയവാദം മുഴുവനും കാര്യേൽപ്പിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ജ്യേഷ്ഠൻ അവിടെ തന്റെ കണ്ണുകൊണ്ട് വീണ്ടും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പറ്റ ചോറ് പുള്ളി കണ്ടു. ആ ഒരു പറ്റ ചോറ് അത് എടുത്തതിന് ശേഷം ഈ ജ്യേഷ്ഠൻ കൊണ്ടുവന്നിട്ട് ആ അനിയന്റെ വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഉണ്ണി നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിന്റെ വിശപ്പ് മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ എന്റെ വിശപ്പ് മാറിയേട്ടാ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഒരു കലം ചോറ് എങ്ങനെ നൽകിയാലും, പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഒരു പറ്റ് നൽകിയാൽ അതാണ് ഈ ലോകത്തേക്കും വെച്ച് ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ളവരെ, പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ അമ്മയപ്പന്മാരുടെ കാലഘട്ടത്തിൽ ഒന്നുമില്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാരണന്മാർക്കുണ്ടെങ്കിൽ അവരുടെ കാരണന്മാർക്ക് ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ
ആ പങ്കുവെക്കലിന്റെ അനുഭവം. പ്രിയമുള്ളവരെ, ഒരല്പമായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ അത് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മ കഴിക്കുന്നത് എന്തായിരിക്കും? കഞ്ഞിവെള്ളമായിരിക്കും. ചോറൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം അമ്മ കഴിക്കും. അപ്പോഴും ആ അമ്മയ്ക്ക് ആ സ്നേഹം മക്കളോട് തോന്നുന്നു, ആ മക്കൾക്ക് അമ്മയോടും സ്നേഹം തോന്നുന്നു. പ്രിയമുള്ളവരെ, യേശു തമ്പുരാന്റെ ഉപമയിൽ, യേശു തമ്പുരാന്റെ ഏറ്റവും വലിയതായ ഒരു കാര്യമുണ്ട്. എന്താണ്? അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പ്രിയമുള്ളവരെ, കൊണ്ടുവന്നവരും ഒരുപക്ഷെ ഭാരം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കൊടുക്കുന്ന സമയത്ത് എണ്ണിക്കാണും എത്രയാ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അറിയാം, 5. എന്നാൽ പ്രിയമുള്ളവരെ, 5 അപ്പോൾ 2 വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. പക്ഷേ വർദ്ധിപ്പിച്ചതിന് ശേഷം ആ അപ്പത്തിന്റെ കണക്ക് അവിടെ സൂചിപ്പിച്ചിട്ടില്ല. ആ അപ്പം ഇത്രയുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടില്ല. 12 കൊട്ട നിറച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്ര കൊടുത്തു എന്ന് പറയും. പക്ഷെ ദൈവം അത് വാഴ്ത്തി വർദ്ധിപ്പിക്കുമ്പോൾ ഒരിക്കലും ദൈവം കണക്ക് നോക്കാറില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വലിയ സ്നേഹം, ആ സ്നേഹം എത്രമാത്രമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് വർദ്ധിപ്പിക്കുവാൻ തക്കവിധം കഴിവുള്ളവനായ ഒരു ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി തീർത്തത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്. അനേകര് പെട്ടുപോയിട്ടുണ്ട്. മഹാനായ ടോൾസ്റ്റോയിയുടെ ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ 1900 സംതിങ് ആ വർഷത്തിൽ അദ്ദേഹം മരിക്കുന്നത് ഒരുപക്ഷെ 82ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം പോകുന്നത് 82ാമത്തെ വയസ്സിൽ തന്റെ ഭാര്യയുമായി പിണങ്ങിയാണ് അദ്ദേഹം പോയി. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ നാം ഇന്നലെ കണ്ടതായ, ഞാൻ ഏറ്റവും ആദ്യം ഓർമ്മിച്ചതായ ആ ഓഗസ്റ്റിന്റെ ചിത്രം, ആ 3 കുഞ്ഞുങ്ങളും ആ ഭാര്യയും, പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹത്തോടുകൂടി, എത്ര മനോഹരമായി, എത്ര തീഷ്ണതയോടെയുള്ളതായ ആ ഒരു പുഞ്ചിരി, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, സ്നേഹം അവസാനിക്കുന്നില്ല. സ്നേഹം അവസാനിക്കുന്നില്ല. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ ഗായക സംഘം ചേർന്ന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഗീതം പാടുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഇപ്പോൾ ഗായക സംഘം ഏറ്റവും ഒടുവിലത്തേതായ ഗീതം ആലപിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്നേഹവാനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കണ്ണുകളെ തുറക്കാം. ശാന്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കിപ്രകാരം ചേർന്നുകൊണ്ട് നമുക്ക് പാടാം. യഹോവേ, നീയാണ് എൻ്റെ ദൈവം, നീ മാത്രം മതി എനിക്ക്. ദൈവമേ, നീ തന്നതായ ആ സ്നേഹം അത് ഞങ്ങൾക്ക് മുൻപോട്ടേക്ക് പകർത്തുവാൻ തക്കവിധം, ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ദൈവമേ അവിടുത്തെ ഞങ്ങൾക്ക് തന്നതായ വലിയ അവസരം ദൈവം ഈ നാളുകളിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം. സ്നേഹമില്ലാതെ നോമ്പ് നോക്കുന്നത് ഏറ്റവും വലിയ പാപമായിട്ട് പറയുമ്പോൾ ദൈവമേ, ആ സ്നേഹത്തെ, അത് ദൈവം നീയാകുന്നു, ആ ദൈവമാകുന്ന നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്.